Hi all, again I'm here with another topic from English grammar and usage, and our topic is tag questions. And in this part 1 video, I'm going to discuss about the topic tag question, what is tag question, and the basic 2 principles of tag question and the usage of tag question. These 3 topics are discussed in this video. So, നമുക്ക് ഈ ഒരു വീഡിയോയിൽ എന്താണ് ടാഗ് ക്വസ്റ്റ്യൻ, അതുപോലെ തന്നെ ടാഗ് ക്വസ്റ്റ്യൻസിൻ്റെ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ടാഗിൻ്റെ 2 ബേസിക് പ്രിൻസിപ്പിൾസ് എന്താണ്, ദെൻ യൂസേജ് ഓഫ് ടാഗ് ക്വസ്റ്റ്യൻ എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്നുള്ള ഈ 3 ടോപ്പിക്സാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കാണാനായിട്ട് പോകുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ടാഗ് ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ടാഗ് നമുക്ക് 2 രീതിയിലും പറയാം. ടാഗ് ക്വസ്റ്റ്യൻ എന്നും പറയാം, ക്വസ്റ്റ്യൻ ടാഗ് എന്നും പറയാം കേട്ടോ. അപ്പോൾ ടാഗ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ടാഗ് ക്വസ്റ്റ്യൻസ് ആർ ഷോർട്ട് ക്വസ്റ്റ്യൻസ് അറ്റാച്ച്ഡ് ടു സ്റ്റേറ്റ്മെൻറ്റ്സ്. ടാഗ് ക്വസ്റ്റ്യൻസ് ആർ ഷോർട്ട് ക്വസ്റ്റ്യൻസ് അറ്റാച്ച്ഡ് ടു സ്റ്റേറ്റ്മെൻറ്റ്സ്. നമ്മൾ കാണാറുണ്ട് അല്ലേ, ടാഗ് ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാവും, അതിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് എന്താണ് ഒരു കുഞ്ഞു ക്വസ്റ്റ്യനായിട്ട് ആഡ് ചെയ്തിട്ടുണ്ടാവും അല്ലേ. അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസിനെയാണ് നമ്മൾ ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറയുന്നത് അല്ലേ. ഇനി ഒന്നുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. എ ക്വസ്റ്റ്യൻ ടാഗ് ഈസ് എ ഗ്രാമാറ്റിക്കൽ സ്ട്രക്ചർ ഇൻ വിച്ച് എ ഡിക്ലറേറ്റീവ് ഓർ ആൻ ഇംപറേറ്റീവ് സെൻറ്റൻസ് ഈസ് ടേൺഡ് ഇൻ ടു എ ക്വസ്റ്റ്യൻ ബൈ ദ അഡീഷൻ ഓഫ് ആൻ ഇൻ്ററോഗേറ്റീവ് ഫ്രാഗ്മെൻറ്റ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇൻ്ററോഗേറ്റീവ് ഫ്രാഗ്മെൻറ്റ് ഓർ ദ ടാഗ്, ആ ഒരു ഇൻ്ററോഗേറ്റീവ് ഫ്രാഗ്മെൻറ്റിനെ, ആ ഒരു ഇൻ്ററോഗേറ്റീവ് പീസിനെയാണ് നമ്മൾ ടാഗ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ സെൻറ്റൻസ് ടൈപ്സ് എന്ന് പറയുന്ന ടോപ്പിക്ക് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് വീഡിയോസിലെല്ലാം. അതിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു സിമ്പിൾ സെൻറ്റൻസിൻ്റെ ഒരു ടൈപ്പാണ് ഇൻ്ററോഗേറ്റീവ് സെൻറ്റൻസ് എന്നുള്ളത് അല്ലേ. ആ ഇൻ്ററോഗേറ്റീവ് സെൻറ്റൻസിൽ നമ്മൾ ടാഗ് ക്വസ്റ്റ്യനെ ജസ്റ്റ് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ടാഗ് ക്വസ്റ്റ്യൻ എന്നുള്ള ടോപ്പിക്കാണ് ഇവിടെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്നത്. ഇനി സിമ്പിൾ സെൻറ്റൻസിൻ്റെ മറ്റൊരു കാറ്റഗറി ആയിരുന്നു ഏത്, ഇംപറേറ്റീവ് സെൻറ്റൻസ് അല്ലെങ്കിൽ ഡിക്ലറേറ്റീവ് ഓർ അസേർട്ടീവ് സെൻറ്റൻസ് എന്നുള്ളത് അല്ലേ. അത്തരത്തിലുള്ള സെൻറ്റൻസ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, ഒരു സ്റ്റേറ്റ്മെൻറ്റോ അല്ലെങ്കിൽ ഒരു ഡിക്ലറേഷനോ ആയിട്ടുള്ള സെൻറ്റൻസുകളെയാണ് നമ്മൾ ഡിക്ലറേറ്റീവ് ഓർ അസേർട്ടീവ് സെൻറ്റൻസ് എന്ന് പറയുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ അത്തരത്തിലുള്ള ഒരു സെൻറ്റൻസിൽ നമ്മൾ കാണുന്നത് ഒരു ഡിക്ലറേഷനോ അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റോ ആയിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിൻ്റെ കൂടെ ഒരു കുഞ്ഞു ക്വസ്റ്റ്യൻ, ഒരു ഇൻ്ററോഗേറ്റീവ് പാർട്ട് നമ്മൾ ആഡ് ചെയ്യുമ്പോഴാണ് ഒരു ക്വസ്റ്റ്യൻ ടാഗ് നമുക്ക് ഉണ്ടാക്കാനായിട്ട് സാധിക്കുന്നത്. സോ ഒരു ക്വസ്റ്റ്യൻ ടാഗിൽ നമ്മളെപ്പോഴും യൂസ് ചെയ്യുന്ന സെൻറ്റൻസ് അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് എപ്പോഴും എന്താണ്, ഒരു സിമ്പിൾ സെൻറ്റൻസ് ആയിരിക്കും കേട്ടോ. ഇനി നമുക്കൊരു ചെറിയ എക്സാമ്പിൾ നോക്കാം. You are John, aren't you? You are John, aren't you? In this sentence, you are John is a statement which is turned into a question by the tag aren't you? അല്ലേ. യു ആർ ജോൺ എന്ന് പറയുന്നത് ഒരു സിമ്പിൾ സെൻറ്റൻസ് ആണ് അല്ലേ, ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്, ഒരു ഡിക്ലറേറ്റീവ് ഓർ അസേർട്ടീവ് സെൻറ്റൻസ് ആണ് ഇത് യു ആർ ജോൺ എന്ന് പറയുന്നത് അല്ലേ. ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിൻ്റെ കൂടെ ആറിൻറ്റ് യു എന്ന് പറയുന്ന ഒരു ടാഗ് ചേർത്തപ്പോഴാണ് അതൊരു ക്വസ്റ്റ്യൻ ടാഗായിട്ട് മാറിയിട്ടുള്ളത് അല്ലേ. സോ ഇത്രയേ ഉള്ളൂ. നമ്മളൊരു ക്വസ്റ്റ്യൻ ടാഗ് റെഡിയാക്കുമ്പോൾ അതിൽ നമ്മൾ യൂസ് ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റ് എപ്പോഴും എന്താണ്, ഒരു സിമ്പിൾ സെൻറ്റൻസ് ആയിരിക്കും. യു ആർ ജോൺ എന്ന് പറയുന്ന ആ ഒരു സിമ്പിൾ സെൻറ്റൻസ് അല്ലെങ്കിൽ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിൻ്റെ കൂടെ നമ്മൾ ആറിൻറ്റ് യു എന്ന് പറയുന്ന ആ ഒരു ടാഗ് ചേർത്തപ്പോഴാണ് ഇതൊരു ക്വസ്റ്റ്യൻ ടാഗായിട്ട് മാറിയിട്ടുള്ളത്. ആറിൻറ്റ് യു എന്ന് പറയുന്നത് എന്താണ്, ഒരു കുഞ്ഞു ക്വസ്റ്റ്യൻ ആയിട്ട് നമ്മൾ ആഡ് ചെയ്തിരിക്കുകയാണ് അല്ലേ. അപ്പോൾ യു ആർ ജോൺ ആറിൻറ്റ് യു എന്നുള്ളത് ഒരു ക്വസ്റ്റ്യൻ ടാഗാണ് കേട്ടോ. ഇപ്പോൾ നമ്മൾ ടാഗ് ക്വസ്റ്റ്യൻ എന്താണെന്ന് കണ്ടു അല്ലേ. ഇനി ഈ ഒരു ടാഗ് ക്വസ്റ്റ്യന് 2 ബേസിക് റൂൾസ് ഉണ്ട്. ആ 2 ബേസിക് റൂൾസ് ഫോളോ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ടാഗ് ക്വസ്റ്റ്യൻ ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഇനി എന്താണ് ഫസ്റ്റ് പ്രിൻസിപ്പിൾ എന്ന് നോക്കി. ഇഫ് ദ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് നെഗറ്റീവ് the tag must be positive. If the statement is positive, the tag must be negative. ഇതാണ് ഫസ്റ്റ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. അതായത് നമ്മൾ നേരത്തെ കണ്ടോ യു ആർ ജോൺ ആറിൻറ്റ് യു എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ടാഗ് കണ്ടു അല്ലേ. അപ്പോൾ യു ആർ ജോൺ എന്നുള്ളതാണ് അതിലെ സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ ഇഫ് ദ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് നെഗറ്റീവ് ദ ടാഗ് മസ്റ്റ് ബി പോസിറ്റീവ്. അതായത് സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ കൊടുക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് ടാഗ് ക്വസ്റ്റ്യനിൽ നമ്മൾ യൂസ് ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ആ ഒരു സിമ്പിൾ സെൻറ്റൻസ് നെഗറ്റീവ് സെൻറ്റൻസ് അല്ലെങ്കിൽ നെഗറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് ആണെങ്കിൽ നമ്മൾ അതിൻ്റെ ടാഗ് എപ്പോഴും പോസിറ്റീവായിട്ടാണ് കൊടുക്കേണ്ടത്. ഇനി സ്റ്റേറ്റ്മെൻറ്റ് പോസിറ്റീവ് ആണെങ്കിലോ ടാഗ് എപ്പോഴും നെഗറ്റീവ് ആവും. ഓക്കെ, ഇതാണ് ഫസ്റ്റ് പ്രിൻസിപ്പിൾ. നമുക്ക് എക്സാമ്പിൾ നോക്കാം. യു ഡോണ്ട് ലൈക്ക് മീ, ഡു യു? യു ഡോണ്ട് ലൈക്ക് മീ, ഡു യു?
ഇവിടെ നമുക്ക് എന്താണ് സ്റ്റേറ്റ്മെൻറ്റ് യു ഡോണ്ട് ലൈക്ക് മീ എന്താണ് നെഗറ്റീവ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ് കാണാനായിട്ട് സാധിക്കുന്നത് അല്ലേ. സോ നമ്മൾ ഡു യു എന്നുള്ള ആ ഒരു പോസിറ്റീവ് ടാഗാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. പോസിറ്റീവ് ടാഗ് ആൻഡ് നെഗറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് ഇതും ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട് അല്ലേ. സോ യു ഡോണ്ട് ലൈക്ക് മീ എന്ന് പറയുമ്പോൾ എന്താണ് നെഗറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് ആണ് കാണുന്നത്. സോ വി യൂസ്ഡ് പോസിറ്റീവ് ടാഗ് ഡു യു. സോ ദ ക്വസ്റ്റ്യൻ ടാഗ് ഈസ് യു ഡോണ്ട് ലൈക്ക് മീ ഡു യു. നെക്സ്റ്റ് എക്സാമ്പിൾ നോക്കിയേ. യു വോണ്ട് ടെൽ ഹിം മൈ സീക്രറ്റ് വിൽ യു. യു വോണ്ട് ടെൽ ഹിം മൈ സീക്രറ്റ് വിൽ യു. സോ ഇവിടെയും സ്റ്റേറ്റ്മെൻറ്റ് എന്താണ് നെഗറ്റീവ് ആണ് അല്ലേ. യു വോണ്ട് ടെൽ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ നെഗറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സോ നമ്മൾ ടാഗ് വിൽ യു എന്നുള്ള പോസിറ്റീവ് ടാഗാണ് യൂസ് ചെയ്തിട്ടുള്ളത് അല്ലേ. ഇനി തേർഡ് എക്സാമ്പിൾ നോക്കിയേ. യു ആർ കമ്മിങ് ടു മൈ പാർട്ടി ആർ ഇൻ യു. യു ആർ കമ്മിങ് ടു മൈ പാർട്ടി ആർ ഇൻ യു. സോ തേർഡ് എക്സാമ്പിളിൽ നമ്മൾ പോസിറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് ആണ് കൊടുത്തിട്ടുള്ളത് അല്ലേ. യു ആർ കമ്മിങ് ടു മൈ പാർട്ടി. അവിടെ നെഗറ്റീവ് വേർഡ്സ് ഒന്നും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നില്ല. സോ ഇറ്റ്സ് എ പോസിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ്. സോ വി യൂസ്ഡ് ആർ ഇൻ യു നെഗറ്റീവ് ടാഗ്. ഓക്കെ. ഷീ ഈസ് റിയലി ഗുഡ് അറ്റ് ചെസ് ഈസ് ഇൻ ഷീ. ഇവിടെയും എന്താണ് ഷീ ഈസ് റിയലി ഗുഡ് അറ്റ് ചെസ് എന്നുള്ളത് ഒരു പോസിറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് ആണ് അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് സിമ്പിൾ സെൻറ്റൻസ് ആണല്ലേ. സോ വി യൂസ്ഡ് ഈസ് ഇൻ ഷീ നെഗറ്റീവ് ടാഗാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് അല്ലേ. You haven't done your homework. You haven't done your homework. You have not done your homework. ഇവിടെ നെഗറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് ആണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എന്താണ് ഹാവ് യു എന്നുള്ള പോസിറ്റീവ് ടാഗാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് അല്ലേ. ഹി ഡസൻറ്റ് സ്പീക്ക് ഇംഗ്ലീഷ് ഡസ് ഹി. ഹി ഡസൻറ്റ് സ്പീക്ക് ഇംഗ്ലീഷ് ഡസ് ഹി. ഇവിടെ എന്താണ് നെഗറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഹി ഡസ് നോട്ട് സ്പീക്ക് എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. സോ നെഗറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. സോ വി യൂസ്ഡ് പോസിറ്റീവ് ടാഗ് ഡസ് ഹി. ഓക്കെ. സോ ഇത്രയും ഓർത്തിരുന്നാൽ മതി. ഇഫ് ദ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് നെഗറ്റീവ് ദ ടാഗ് ഷുഡ് ബി പോസിറ്റീവ് ആൻഡ് ഇഫ് ദ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് പോസിറ്റീവ് ദ ടാഗ് ഷുഡ് ബി നെഗറ്റീവ്. ദാറ്റ്സ് ഓൾ. ഇനി രണ്ടാമത്തെ പ്രിൻസിപ്പിളാണ് ടാഗ് ക്വസ്റ്റ്യൻ്റെ രണ്ടാമത്തെ പ്രിൻസിപ്പിളാണ് നമ്മൾ പറയാനായിട്ട് പോകുന്നത്. The tense of the tag is determined by the tense of the auxiliary or modal verb of the statement. The tense of the tag is determined by the tense of the auxiliary or modal verb of the statement. അപ്പോൾ ക്വസ്റ്റ്യൻ ടാഗ് ആഡ് ചെയ്യുന്നതിൻ്റെ തൊട്ട് മുമ്പായിട്ട് നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്നുണ്ട് അല്ലേ. അതുപോലെ തന്നെ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ടെൻസ് ഐഡൻറ്റിഫൈ ചെയ്യേണ്ടതായിട്ടുണ്ട്. ടെൻസ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത് ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ യൂസ് ചെയ്തിട്ടുള്ള ഓക്സിലറി ഓർ മോഡൽ വേർബിനെ ബേസ് ചെയ്തിട്ടാണെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. ഇനി എന്താണ് ഈ മോഡൽ വേർബ് എന്ന് പറയുന്നത്? മോഡൽ വേർബ് എന്ന് പറയുന്നതും ചില ഓക്സിലറി വേർബ്സ് ആണ്. ആ ഓക്സിലറി വേർബ്സിന് ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ മോഡൽ വേർബ് ഈസ് എ ടൈപ്പ് of verb that is used to indicate modalities. That means ഒരു പെർമിഷനോ അല്ലെങ്കിൽ ഒരു റിക്വസ്റ്റോ കപ്പാസിറ്റിയോ സജഷനോ ഓർഡറോ അഡ്വൈസോ ഇതൊക്കെ എന്താണ് ചോദിക്കാനായിട്ട് അല്ലെങ്കിൽ ഇൻഡിക്കേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഓക്സിലറി വേർബ്സിനെയാണ് മോഡൽ വേർബ്സ് എന്ന് പറയുന്നത് കേട്ടോ. അതിന് എക്സാമ്പിൾസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. സോ മോഡൽ വേർബ്സിന് എക്സാമ്പിൾസ് ആണ് ഈ കൊടുത്തിട്ടുള്ളതൊക്കെ. താഴെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ക്യാൻ, കുഡ്, മേ, മൈറ്റ്, മസ്റ്റ്, വിൽ, വുഡ്, ഷാൽ, ഷുഡ് ഇതൊക്കെ എന്താണ് മോഡൽ വേർബ്സ് ആണ് കേട്ടോ. സോ ഇതിൽ ഏതെങ്കിലും ഒരു സെൻറ്റൻസിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ആ ഒരു സെൻറ്റൻസിൻ്റെ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ടെൻസ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി ഇവിടെ ഒരു കാര്യം കൂടെ കൊടുത്തിട്ടുണ്ട്. ഇഫ് ദ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഇൻ സിമ്പിൾ പ്രസൻറ്റ് ഓർ സിമ്പിൾ പാസ്റ്റ് ടെൻസ് വി കനോട്ട് സീ ആൻ ഓക്സിലറി ഓർ മോഡൽ വേർബ് ഇൻ സച്ച് സ്റ്റേറ്റ്മെൻറ്റ്സ്. ഇനി നമ്മൾ കൊടുക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് സിമ്പിൾ പ്രസൻറ്റോ അല്ലെങ്കിൽ സിമ്പിൾ പാസ്റ്റ് ടെൻസോ ആണെങ്കിൽ അതിലെന്താണ് ഒരു ഓക്സിലറി വേർബോ ഒരു മോഡൽ വേർബോ നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല. ഇൻ സച്ച് കേസസ് വി മസ്റ്റ് യൂസ് ഡു ഓർ ഡസ് ഓർ ഡിഡ് ടു ഫോം ദ ടാഗ് ഓഫ് ദ സ്റ്റേറ്റ്മെൻറ്റ്. സോ ഇത്രയേ ഉള്ളൂ. കൺഫ്യൂഷൻ ആവേണ്ട ആവശ്യമില്ല. ഒരു സിമ്പിൾ പ്രസൻറ്റ് ടെൻസോ സിമ്പിൾ പാസ്റ്റ് ടെൻസോ ആണെങ്കിൽ അതിൽ നമുക്ക് ഓക്സിലറി വേർബ് കാണാനായിട്ട് സാധിക്കില്ല. യൂഷ്വലി നമ്മൾ ഓക്സിലറി വേർബ് വെച്ചിട്ടാണ് ടാഗ് ഫോം ചെയ്യുന്നതായിട്ട് കണ്ടത് കഴിഞ്ഞ എക്സാമ്പിൾസിലൊക്കെ അല്ലേ. സോ സിമ്പിൾ പ്രസൻറ്റ് ടെൻസോ സിമ്പിൾ പാസ്റ്റ് ടെൻസോ ആണെങ്കിൽ ഓക്സിലറി വേർബ് കാണില്ല. അത്തരത്തിലുള്ള കേസിൽ നമ്മൾ ഡു, ഡസ്, ഡിഡ് ഇതിൽ മൂന്നിൽ ഏതെങ്കിലും ഒരെണ്ണം യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ടാഗ് ഫോം ചെയ്യേണ്ടത് എന്നാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഇനി
ഷീ ഈറ്റ്സ് മാംഗോ ഡസൻ ഷീ എന്ന് പറയുന്ന ഒരു എക്സാമ്പിൾ നമ്മൾ കാണുന്നുണ്ടല്ലേ. ഷീ ഈറ്റ്സ് മാംഗോ എന്നുള്ളത് ഒരു സിമ്പിൾ പ്രസൻറ്റ് ടെൻസിലുള്ള സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ സെൻറ്റൻസ് ആണ്. അതിൻ്റെ കൂടെ ഡസൻ ഷീ എന്ന് പറയുന്ന ടാഗാണ് നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളത്. ഡസ് എന്ന് പറയുന്ന ഓക്സിലറി വെർബാണ് നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളത്. സോ ഈ സെൻറ്റൻസിൽ എന്താണ്, ഷീ ഈറ്റ്സ് മാംഗോ എന്നുള്ള സെൻറ്റൻസിൽ ഓക്സിലറി വെർബ് കാണുന്നില്ല. അത്തരത്തിലുള്ള കേസിൽ ഡു, ഡസ്, ഡിഡ് ഇതിലേതെങ്കിലും ഒരെണ്ണമാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് ടാഗ് ഫോം ചെയ്യാനെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. ഇനി എങ്ങനെയാണ് നമ്മളിവിടെ ഡസ് ചേർത്തത് എന്നാണ് നെക്സ്റ്റ് പറയാൻ പോകുന്നത്. Here, eats is the verb. We cannot find an auxiliary verb here. The verb eats is formed by joining the verb eat and the auxiliary verb does. So we used does to form the tag here. അതായത് ഇവിടെ ഈറ്റ്സ് എന്ന് പറയുന്ന വേർബാണ് നമുക്ക് കാണുന്നത്. ഇവിടെ ഒരു ഓക്സിലറി വേർബ് ഒന്നും നമ്മൾ കാണുന്നില്ല അല്ലേ. ഷീ ഈറ്റ്സ് മാംഗോ എന്നുള്ളതിൽ ഓക്സിലറി വേർബ് നമ്മൾ കാണുന്നില്ല. ഈറ്റ്സ് എന്ന് പറയുന്ന വേർബ് മാത്രമാണ് കാണുന്നത്. സോ ഈ ഈറ്റ്സ് എന്ന് പറയുന്ന വേർബ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് ഈറ്റ് എന്ന് പറയുന്ന ആ ഒരു മെയിൻ വേർബിൻ്റെ കൂടെ ഡസ് എന്ന് പറയുന്ന ഓക്സിലറി വേർബ് കൂടെ ചേർത്തിട്ടാണ് ഈറ്റ്സ് എന്ന് പറയുന്ന ഫോം ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. താഴെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഈറ്റ് പ്ലസ് ഡസ് ആണ് ഈറ്റ്സ് ആയിട്ട് മാറുന്നത്. അതുപോലെ തന്നെ കം പ്ലസ് ഡസ് ആണ് കംസ് ആയിട്ട് മാറുന്നത്. ഗോ പ്ലസ് ഡിഡ് ആണ് വെൻറ്റ് ആയിട്ട് മാറുന്നത്. അങ്ങനെ ഓരോ വേർബിനെ നമുക്ക് എടുത്തിട്ട് ഇതുപോലെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ അതിലെ ഓക്സിലറി വേർബ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. ഇനി വേറൊരു സിമ്പിൾ മെത്തേഡ് എന്ന് പറയുന്നത് യൂസ് ചെയ്തിട്ടുള്ള സബ്ജക്റ്റിനനുസരിച്ച് അതിലെ ഓക്സിലറി വേർബ് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ്. ഷീ എന്ന് പറയുന്ന സബ്ജക്റ്റാണ് നമ്മളിവിടെ യൂസ് ചെയ്തിട്ടുള്ളത് അല്ലേ. ഷീ എന്ന് പറയുന്നത് സിംഗുലർ ആയിട്ടുള്ള സബ്ജക്റ്റാണ്. അതുകൊണ്ടാണ് അവിടെ ഈറ്റ്സ് എന്ന് പറയുന്നത് വേർബ് വന്നിട്ടുള്ളത്, എസ് ഫോം ചേർത്തിട്ടുള്ളത് അല്ലേ. വേർബിൻ്റെ എസ് ഫോം ചേർത്തിട്ടുള്ളത് ഇത് സബ്ജക്റ്റ് സിംഗുലർ ഫോമിൽ ആയതുകൊണ്ടാണ് അല്ലേ. ഇനി ആ ഒരു സബ്ജക്റ്റിൻ്റെ സ്ഥാനത്ത് യു എന്ന് പറയുന്ന പ്ലൂറൽ ഫോമിലുള്ള സബ്ജക്റ്റ് ആണെങ്കിൽ ഈറ്റ്സ് എന്ന് പറയില്ല, നമ്മൾ എന്തേ പറയുള്ളൂ, ഈറ്റ് എന്നാണ് പറയാം. സോ ദേ ഈറ്റ് മാംഗോ എന്നാണ് ഈ സെൻറ്റൻസ് എന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ യൂസ് ചെയ്യുന്ന ടാഗ് ഡോണ്ട് ദേ എന്നായിരിക്കും കേട്ടോ. ഇനി നമുക്ക് വേറെ കുറച്ച് എക്സാമ്പിൾസ് കൂടെ നോക്കാം. അപ്പോൾ നമുക്ക് കൂടുതൽ മനസ്സിലാവും. ഷീ റീച്ച്ഡ് സ്കൂൾ ഡിഡിൻ ഷീ. ഷീ റീച്ച്ഡ് സ്കൂൾ അതിലെന്താണ് ഓക്സിലറി വേർബ് കാണുന്നില്ല അല്ലേ. സോ ഷീ റീച്ച്ഡ് സ്കൂൾ എന്നുള്ളത് പാസ്റ്റ് ടെൻസിലുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. കാരണം റീച്ച്ഡ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ, പാസ്റ്റ് ടെൻസിലാണ് പറഞ്ഞിട്ടുള്ളത്. സോ ടാഗ് എന്തായിരിക്കണം, പാസ്റ്റ് ടെൻസിലായിരിക്കണം. സോ വി യൂസ്ഡ് ഡിഡ് ടു ഫോം ദ ടാഗ്. സോ സ്റ്റേറ്റ്മെൻറ്റ് പോസിറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് ആണ്, അതുകൊണ്ട് ടാഗ് നെഗറ്റീവ് ആയിരിക്കണം എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. സോ ഡിഡിൻ ഷീ എന്നുള്ളതാണ് ഇവിടെ ടാഗ്. നെക്സ്റ്റ് എക്സാമ്പിൾ, ഹി ഗോട്ട് ടോപ്പ് ഗ്രേഡ് ഇൻ ദ ക്ലാസ്. ഹി ഗോട്ട് ടോപ്പ് ഗ്രേഡ് ഇൻ ദ ക്ലാസ് ഒരു പോസിറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. അതോടൊപ്പം ഗോട്ട് ടോപ്പ് ഗ്രേഡ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. ഗെറ്റിൻ്റെ പാസ്റ്റ് ഫോമാണ് ഏത്, ഗോട്ട് എന്നുള്ളത്. സോ ഇവിടെ എന്താണ്, പാസ്റ്റ് ടെൻസിലുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. സോ ഡിഡ് ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. സോ പോസിറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് ആയതുകൊണ്ട് ഡിഡിൻറ്റ് എന്ന് പറയുന്ന നെഗറ്റീവ് ടാഗാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് എക്സാമ്പിൾ, ദേ പ്ലേഡ് ക്രിക്കറ്റ് ഡിഡിൻ ദേ. ദേ പ്ലേഡ് ക്രിക്കറ്റ് എന്നുള്ളത് പാസ്റ്റ് ടെൻസിലുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ് അല്ലേ, സെൻറ്റൻസ് ആണ് അല്ലേ. സോ അതുകൊണ്ട് തന്നെ ഡിഡ് ആണ് നമ്മൾ യൂസ് ചെയ്യുക, ഡിഡിൻ ദേ. കാരണം ദേ പ്ലേഡ് ക്രിക്കറ്റ് എന്നുള്ളത് പോസിറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. സോ ഡിഡിൻറ്റ് എന്നുള്ള നെഗറ്റീവ് ടാഗാണ് യൂസ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് വൺ, ഹി റിയലി എൻജോയ്ഡ് ദ മൂവി ഡിഡിൻറ്റ് ഹി. ഇവിടെ എന്താണ്, പാസ്റ്റ് ടെൻസിലുള്ള പോസിറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. അതുകൊണ്ട് ഡിഡിൻറ്റ് ഹി എന്നുള്ള നെഗറ്റീവ് ടാഗാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ജോൺ വെൻറ്റ് ഹോം ഇതും സെയിം കേസ് ആണ്, പാസ്റ്റ് ടെൻസിലുള്ള പോസിറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. സോ വി യൂസ്ഡ് ഡിഡിൻറ്റ് ഹി ദ നെഗറ്റീവ് ടാഗ്. ഓക്കെ. നെക്സ്റ്റ്, അനു ലവ്സ് സ്വിമ്മിങ്. അനു ലവ്സ് സ്വിമ്മിങ്. അനു ലവ്സ് സ്വിമ്മിങ്. ഇവിടെ നമ്മൾ എന്താണ്, ഹി ഷീ ദേ തുടങ്ങിയിട്ടുള്ള പ്രോനൗൺസ് അല്ല, പ്രോപ്പർ നൗൺ ആണ് യൂസ് ചെയ്തിട്ടുള്ളത് അല്ലേ. അനു എന്ന് പറയുന്ന നൗൺ ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. പക്ഷേ നമ്മൾ ടാഗ് ചേർക്കുമ്പോൾ അനു എന്ന് ലാസ്റ്റ് യൂസ് ചെയ്യാൻ പാടില്ല. ഷീ എന്ന് പറയുന്ന പ്രോനൗൺ മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. അനു ലവ്സ് സ്വിമ്മിങ് എന്നുള്ളത് പ്രസൻറ്റ് ടെൻസിലുള്ള പോസിറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. സോ നമ്മൾ ഡസിൻ ഷീ എന്നാണ് യൂസ് ചെയ്തിട്ടുള്ളത്. കാരണം ഡസ് യൂസ് ചെയ്യാൻ കാരണം സബ്ജക്റ്റ് സിംഗുലർ ആണ്, അതുകൊണ്ടാണ് ഡസ് യൂസ് ചെയ്തത്. സബ്ജക്റ്റ് പ്ലൂറൽ ആയിരുന്നെങ്കിൽ നമ്മൾ അവിടെ ഡു ആണ് യൂസ് ചെയ്യുക കേട്ടോ. ഡോണ്ട് ദേ എന്നൊക്കെയാണ് യൂസ് ചെയ്യുക കേട്ടോ. ഇനി അതിൻ്റെ തൊട്ട് മുകളിൽ ഒരു എക്സാമ്പിളും കൂടെ ഉണ്ടായിരുന്നു. ജോൺ വെൻറ്റ് ഹോം ഡിഡിൻറ്റ് ഹി. ജോൺ വെൻറ്റ് ഹോം
ഇവിടെ എന്താണ് പാസ്റ്റ് ടെൻസിലുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലേ, മാത്രമല്ല പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണ്. സോ വി യൂസ്ഡ് ഡിഡിന്റ് ഹി ടു ക്രിയേറ്റ് ദ ടാഗ്. ഓക്കെ, ജോൺ വെന്റ് ഹോം. വെന്റ് എന്നുള്ളത് പാസ്റ്റ് ടെൻസിലുള്ള വേർബാണ്. ജോൺ എന്നുള്ള പ്രോപ്പർ നൗണാണ് നമ്മളവിടെ യൂസ് ചെയ്തിട്ടുള്ളത്, പ്രോനൗൺ അല്ല. എങ്കിലും ടാഗ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ നൗണിന്റെ പ്രോനൗൺ ആണ് യൂസ് ചെയ്യേണ്ടത് കേട്ടോ, ഡിഡിന്റ് ഹി. ഓക്കെ, അപ്പോൾ ഇത്രയും എക്സാമ്പിൾസിലൊക്കെ നമ്മൾ കണ്ടത് എന്താണ്, ഒരൊറ്റ സ്റ്റേറ്റ്മെൻറ്റിലും അവിടെ ഓക്സിലറി വേർബ് കൊടുത്തിട്ടില്ല. സോ നമ്മൾ ടെൻസിനനുസരിച്ച് ഡു, ഡസ്, ഡിഡ് ഇതിലേതെങ്കിലും ഒരു ഫോം യൂസ് ചെയ്തിട്ടാണ് ടാഗ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. സോ നമ്മൾ പോസിറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് ആണെങ്കിൽ ടാഗ് നെഗറ്റീവ് ആവണം, നെഗറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് ആണെങ്കിൽ ടാഗ് പോസിറ്റീവ് ആവണം. അപ്പോൾ ടെൻസ് കൂടെ നോക്കിയിട്ടാണ് നമ്മൾ ടാഗ് ആഡ് ചെയ്യേണ്ടത്. സ്റ്റേറ്റ്മെൻറ്റ് പാസ്റ്റ് ആണെങ്കിൽ പാസ്റ്റ് ടാഗ് ആയിരിക്കണം, സ്റ്റേറ്റ്മെൻറ്റ് പ്രസൻറ്റ് ആണെങ്കിൽ ടാഗും എന്തായിരിക്കണം, പ്രസൻറ്റ് ടെൻസിലുള്ള ടാഗ് ആയിരിക്കണം കേട്ടോ. ഇത്രയാണ് നമ്മൾ ബേസിക്കായിട്ട് ഒരു ടാഗ് ക്വസ്റ്റ്യൻ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇനി നെക്സ്റ്റ് യൂസേജ് ഓഫ് ടാഗ് ക്വസ്റ്റ്യൻ ആണ് പറയാനായിട്ട് പോകുന്നത്. എന്തിനാണ് നമ്മൾ ഈ ടാഗ് ക്വസ്റ്റ്യൻസ് യൂസ് ചെയ്യുന്നത്? അതായത് സ്പോക്കൺ ഇംഗ്ലീഷിലാണ് നമ്മൾ കൂടുതലായിട്ടും ടാഗ് ക്വസ്റ്റ്യൻ യൂസ് ചെയ്യാറുള്ളത്. റിട്ടൺ ഇംഗ്ലീഷിൽ ടാഗ് ക്വസ്റ്റ്യൻ അത്രയ്ക്ക് ഇമ്പോർട്ടൻസ് ഇല്ല. സോ ടാഗ് ക്വസ്റ്റ്യൻസ് ആർ യൂസ്ഡ് ടു ആസ്ക് ഫോർ എഗ്രിമെന്റ്, ആസ്ക് ഫോർ തിങ്സ്, ഫേവേഴ്സ് ഓർ ന്യൂ ഇൻഫർമേഷൻ, ടു ഡിറ്റർമൈൻ വോയിസ്, ലിസൺ ടു ദ സ്പീക്കേഴ്സ് ടോൺ. അപ്പോൾ നമുക്ക് എന്തെങ്കിലും നമ്മൾ പറയുന്ന ഒരു കാര്യം മറ്റൊരാളെ അഗ്രി ചെയ്യണമെന്നുണ്ടെങ്കിലോ, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം അറിയണമെന്നുണ്ടെങ്കിലോ, എന്തെങ്കിലും ഫേവേഴ്സിന് വേണ്ടിയിട്ടോ, എന്തെങ്കിലും ന്യൂ ഇൻഫർമേഷന് വേണ്ടിയിട്ടൊക്കെയാണ് ഈ ടാഗ് ക്വസ്റ്റ്യൻ നമ്മൾ പൊതുവേ യൂസ് ചെയ്യാറുള്ളത്. ഇതിലേതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മളോട് ക്വസ്റ്റ്യൻ ടാഗിൽ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ആളുടെ ആ ഒരു ടോണ് ശ്രദ്ധിച്ചാൽ മതി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എ റൈസിംഗ് ടോൺ അറ്റ് ദ എൻഡ് ഓഫ് ദ ടാഗ് ക്വസ്റ്റ്യൻസ് ഇൻഡിക്കേറ്റ്സ് ദാറ്റ് it is a real question and the speaker wants to know something or wants someone to do something. അപ്പോൾ ഒരു ടാഗ് ക്വസ്റ്റ്യൻ എൻഡ് ചെയ്യുമ്പോൾ ആ ഒരു ടാഗ് ക്വസ്റ്റ്യന് ഒരു റൈസിംഗ് ടോൺ ആണുള്ളത് എന്നുണ്ടെങ്കിൽ അത് അർത്ഥമാക്കുന്നത് എന്താണ്? ദ സ്പീക്കർ വാണ്ട്സ് ടു നോ സംതിങ് ഓർ വാണ്ട്സ് സംവൺ ടു ഡു സംതിങ്. അതായത് ഒരു റൈസിംഗ് ടോണിലുള്ള ക്വസ്റ്റ്യൻ ടാഗാണ് നമ്മൾ കാണുന്നത് എന്നുണ്ടെങ്കിൽ ഈ ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിക്കുന്ന ആളെന്താണ്, എന്തോ ഒരു കാര്യം നമ്മളോട് ചെയ്യാനായിട്ട് ആവശ്യപ്പെടുകയാണ്, അല്ലെങ്കിൽ എന്തോ ഒരു കാര്യം അയാൾക്ക് അറിയേണ്ടതായിട്ടുണ്ട്. അതാണ് റൈസിംഗ് ടോണിലുള്ള ക്വസ്റ്റ്യൻ ടാഗ് കൊണ്ട് മീൻ ചെയ്യുന്നത്. ഇനി നോക്കിയേ, ഫാളിംഗ് ടോൺ however means that the speaker is looking for agreement only. ഇനി ക്വസ്റ്റ്യൻ ടാഗ് കാണുമ്പോൾ അതിൻ്റെ ഒരു ഫാളിംഗ് ടോണാണ് നമുക്ക് ഫീൽ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ എന്താണ്, ഈ സ്പീക്കർ നമ്മളോട് ഈ ക്വസ്റ്റ്യൻ ചോദിച്ച ആൾ ജസ്റ്റ് ഒരു എഗ്രിമെൻറ്റ്, അയാൾ പറഞ്ഞ കാര്യത്തിനോട് നമ്മളൊന്ന് യോജിക്കുന്നുണ്ടോ യോജിക്കുന്നില്ലേ എന്ന് മാത്രം പറഞ്ഞാൽ മതി എന്നുള്ളതാണ് മീൻ ചെയ്യുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സോ ഒരു ക്വസ്റ്റ്യൻ ടാഗിന് റൈസിംഗ് ടോൺ ആണെങ്കിൽ നമ്മളോട് ഈ ക്വസ്റ്റ്യൻ ചോദിച്ച ആൾ എന്തോ ഒരു കാര്യം അയാൾക്ക് അറിയേണ്ടതായിട്ടുണ്ട്, അല്ലെങ്കിൽ എന്തോ ഒരു കാര്യം അയാൾ നമ്മളോട് ചെയ്യാനായിട്ട് പറയുകയാണ്, അതാണ് മനസ്സിലാക്കേണ്ടത്. രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് ഫാളിംഗ് ടോണിലുള്ള ക്വസ്റ്റ്യൻ ടാഗ് ആണ്. ഫാളിംഗ് ടോൺ ആണെങ്കിൽ അയാൾ എന്താണ്, ജസ്റ്റ് അയാൾ പറഞ്ഞ കാര്യത്തിനോട് നമ്മളൊന്ന് എഗ്രി അല്ലെങ്കിൽ ഡിസഗ്രി ചെയ്താൽ മാത്രം മതി. അങ്ങനെയുള്ളൊരു മീനിങ് ആണ് ഈ ഒരു ഫാളിംഗ് ടോണിന് കിട്ടുന്നത്. അതിന് എക്സാമ്പിൾസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി ഫസ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത്, യു കുഡ് നോട്ട് ലെൻഡ് മീ സം മണി, കുഡ് യു. ഇതെന്താണ്, ഒരു റൈസിംഗ് ടോണിലുള്ള ഒരു ഫേവർ ചോദിച്ചുകൊണ്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അതായത് ഇയാൾക്ക് എന്തോ ഒരു കാര്യം ആ ലിസണറിൽ നിന്ന് എന്താണ് നേടിയെടുക്കാനുണ്ട്, അങ്ങനെ ഒരു ഫേവർ ആണ് ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അല്ലേ. യു കുഡ് നോട്ട് ലെൻഡ് മീ സം മണി, കുഡ് യു, കുറച്ച് ക്യാഷ് ഇങ്ങനെ കടം ചോദിക്കുകയാണല്ലേ, അപ്പോൾ ഒരു ഫേവർ ആണ് അവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. നെക്സ്റ്റ് രണ്ടാമത്തെ എക്സാമ്പിൾ എന്ന് പറയുന്നത്, യു ഡോണ്ട് ഹാപ്പൻ ടു നോ ഇഫ് ദ ബസ് ഹാസ് ഓൾറെഡി പാസ്ഡ് ഹിയർ, ഡു യു. യു ഡോണ്ട് ഹാപ്പൻ ടു നോ ഇഫ് ദ ബസ് ഹാസ് ഓൾറെഡി പാസ്ഡ് ഹിയർ, ഡു യു. ഇവിടെ എന്താണ്, ആസ്കിംഗ് ഫോർ ഇൻഫർമേഷൻ ആണ് കൊടുത്തിട്ടുള്ളത് അല്ലേ. റൈസിംഗ് ടോൺ ആണ് ഇവിടെയും കാണുന്നത്. ആസ്കിംഗ് ഫോർ ഇൻഫർമേഷൻ ആണ്, ബസ് പോയോ ഇല്ലെന്ന് അറിയാനായിട്ടുള്ള ഒരു ഇൻഫർമേഷൻ സീക്ക് ചെയ്യാണ് ആര്, ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സ്പീക്കർ അല്ലേ. തേർഡ് വൺ നോക്കിയേ, ഫാളിംഗ് ടോൺ ആണ്, ആസ്കിംഗ് ഫോർ എഗ്രിമെന്റ്, അതായത് ഡിസഗ്രി ഓർ എഗ്രി ആ ഒരു കാര്യം മാത്രം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ആം നോട്ട് ലൈറ്റ്, ആം ഐ. ആം നോട്ട് ലൈറ്റ്, ആം ഐ. ഞാൻ ലൈറ്റ് ഒന്നും ആയിട്ടില്ലല്ലോ അല്ലേ എന്ന് ഒന്നുകൂടെ ചോദിക്കുകയാണ്. അപ്പോൾ ഉണ്ടെങ്കിൽ ഉണ്ട്, ഇല്ലെങ്കിൽ ഇല്ല, ആ ഒരു എഗ്രി ഓർ ഡിസഗ്രിമെന്റ് മാത്രം അവിടെ കാണിച്ചാൽ മതി. ഹി വാസ് നോട്ട് ഇൻ എ ഗുഡ് മൂഡ് ടുഡേ, വാസ് ഹി.
ഹി വാസ് നോട്ട് ഇൻ എ ഗുഡ് മൂഡ് ടുഡേ വാസ് ഹി. ഇവിടെ എന്താണ്, അയാൾ നല്ലൊരു മൂഡിലായിരുന്നില്ല ഇന്ന് എന്ന് പറയാണ്. അങ്ങനെയല്ലേ എന്ന് ചോദിക്കുമ്പോൾ യെസ് ഓർ നോ, ആ ഒരു എഗ്രി ഓർ ഡിസഗ്രി അത് മാത്രം ഇവിടെ കാണിച്ചാൽ മതി അല്ലേ. സോ റൈസിങ് ടോൺ ആകുമ്പോൾ എന്താണ്, എന്തെങ്കിലും ഒരു ഫേവറോ അല്ലെങ്കിൽ സീക്കിംഗ് ഫോർ ഇൻഫർമേഷൻ ഇതൊക്കെ ആയിരിക്കും റൈസിങ് ടോണിലുള്ള ക്വസ്റ്റ്യൻ ടാഗിൽ നമ്മൾ കാണുന്നത്. ആൻഡ് ഫോളിംഗ് ടോൺ ആകുമ്പോൾ എന്താണ്, ആസ്കിങ് ഫോർ എഗ്രിമെൻറ്റ് ഓൺലി, ജസ്റ്റ് ഒരു എഗ്രിമെൻറ്റ് മാത്രമാണ് നമ്മൾ അവിടെ സീക്ക് ചെയ്യുന്നത്. ഓക്കെ, സോ ഇത്രയാണ് എക്സാമ്പിൾസ് കേട്ടോ. ഇനി ഇവിടെ നമ്മൾ ഒന്നുകൂടെ നോക്കണം. യു കുഡ് നോട്ട് ലെൻഡ് മീ സം മണി എന്നുള്ളതൊരു നെഗറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. അതുകൊണ്ടാണ് നമ്മൾ കുഡ് യു എന്നുള്ള പോസിറ്റീവ് ടാഗ് യൂസ് ചെയ്തത് കേട്ടോ. അതുപോലെ തന്നെ രണ്ടാമത്തെ എക്സാമ്പിൾ, യു ഡോണ്ട് ഹാപ്പൻ ടു നോ ഇഫ് ദ ബസ് ഹാസ് ഓൾറെഡി പാസ്ഡ് ഹിയർ എന്നുള്ളത് പോസിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ്, നെഗറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ദാറ്റ് ഈസ് വൈ യൂസ്ഡ് പോസിറ്റീവ് ടാഗ് ഹിയർ. ആൻഡ് ദ ലാസ്റ്റ് ടു എക്സാമ്പിൾസ്, ഐ ആം നോട്ട് ലൈറ്റ്, ആം ഐ, ദിസ് ഈസ് എ negative statement and positive tag. And also he was not in a good mood today, this is a negative statement, and was he is a positive tag. Okay, so ഇത്രയും കാര്യങ്ങളാണ് ടാഗ് ക്വസ്റ്റ്യൻ്റെ യൂസേജസ് ആയിട്ട് നമുക്ക് പറയാനുള്ളത്. Okay, so in this part 1 video we studied 3 topics. What is tag questions, which are the 2 basic principles or rules of tag questions, and the usage of tag question. Question tags are short questions attached to statements. If the statement is negative, the tag must be positive. If the statement is positive, the tag must be negative. The tense of the tag is determined by the tense of the auxiliary or modal verb of the statement. If the statement does not include an auxiliary verb, we must use do, does, or did to form the tag. And tag questions are used to ask for agreement or to ask for things, favors, or new information, to determine which, listen to the speaker's tone. A rising tone at the end of the tag question indicates that it is a real question. The speaker wants to know something or wants someone to do something. And if it has a falling tone, it means that the speaker is just looking for agreement. ഓക്കെ, സോ ടാഗ് ക്വസ്റ്റ്യനെ കുറിച്ചിട്ടുള്ള ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഈ പാർട്ട് 1 വീഡിയോയിൽ കണ്ടിട്ടുള്ളത്. നെക്സ്റ്റ് പാർട്ടിൽ നമ്മൾ ടാഗ് ക്വസ്റ്റ്യൻ്റെ ഡീപ്പായിട്ടുള്ള അനാലിസിസിലോട്ട് പോകുന്നതായിരിക്കും. സോ എല്ലാവരും പാർട്ട് 1ഉം 2ഉം കാണാനായിട്ട് ശ്രമിക്കുക. എങ്കിൽ മാത്രമേ നമുക്ക് ടാഗ് ക്വസ്റ്റ്യൻ കറക്റ്റായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. സോ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.